ഹായ് ഓൾ, എല്ലാവർക്കും വിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അല്ല നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് നല്ലത് സംഭവിക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ ബോധ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിന് വേണ്ട റിസൾട്ട് തരുന്നത്, നല്ലത് സംഭവിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് നിങ്ങളുടെ ബോധ മനസ്സിൻ്റെ ശക്തി എന്നുള്ളത്. അപ്പോൾ അതിലെ ചില പോയിന്റുകളുടെ ചുവട് പിടിച്ചാണ് നമ്മളിന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ടാണ് ഉപബോധ മനസ്സ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുതരുന്നത്. ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പം നമ്മുടെ മനസ്സ് കാര്യമായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടത്തി തരിക എന്നുള്ളതാണ് ഉപബോധ മനസ്സിൻ്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തോട്ട് പോസിറ്റീവായിട്ടുള്ളത് ആയിരിക്കണം. ഇപ്പം നമ്മളൊരു കൃഷി സ്ഥലത്തേക്ക് നല്ല വിത്ത് നടുകയാണെന്ന് വെച്ചു. നല്ല വിത്ത് നടുകയാണെങ്കിൽ നമുക്ക് നല്ല ഫലം ഉണ്ടാവും. അതിന് പകരമായിട്ട് ഇപ്പം മുള്ളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നടന്നതെങ്കിലും അതും അവിടെ വളർന്നു വരും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ നല്ല ചിന്തകളാണ് മനസ്സിലേക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഫലവും വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ടൂ വീലർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് കുറേ ആൾക്കാരെങ്കിലും പേടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വീഴും എന്നുള്ളത്. വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് വീഴും എന്നുള്ളത്. ഞാൻ വീഴില്ല എന്ന് പറയുന്നതിനാണോ, ചിന്തിക്കുന്നതിനാണോ, ഇല്ല അല്ലെങ്കിൽ ഞാൻ വീഴത്തില്ലായിരിക്കും എന്ന് പറയുന്നതിനാണോ, അതോ ഞാൻ വീഴുമോ എന്ന് പറയുന്നതിനാണോ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്? ഞാൻ വീഴും എന്നുള്ളതിനാണ്. കാരണം നമ്മുടെ ബോധ മനസ്സ് ചിന്തിക്കുന്നത് ചില ഫാക്റ്റുകളെ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ വീഴും എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിന് പവർ കൊടുക്കുന്നതിനും. കാര്യം എന്താണ്? കാരണം നമുക്കറിയാം, നമുക്ക് വാഹനം ഓടിക്കാൻ അറിയത്തില്ല, ഇത് 2 വീലിലാണ് പോകുന്നത്, അതുകൊണ്ട് അല്പം സ്പീഡ് കൂടുകയോ എനിക്ക് ബാലൻസ് കിട്ടാതെ വരികയോ ചെയ്താൽ വീഴാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് നമ്മുടെ ബോധ മനസ്സ് ചിന്തിക്കുന്നു. അപ്പോൾ ആ ഒരു ചിന്ത അബോധ മനസ്സ് എന്ത് ചെയ്യും? അതാണ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. നമ്മൾ ഉറപ്പായിട്ട് വീഴുകയും ചെയ്യും. അതിന് പകരമായിട്ട് അങ്ങനെയൊന്നും വീഴത്തില്ല, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന കാര്യമേ ഉള്ളൂ എന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവരൊന്നും വീഴത്തുമില്ല. അപ്പോൾ ഏത് തോട്ടിനാണോ ശക്തി കൂടുതലുള്ളത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പോസിറ്റീവ് തോട്ടുള്ളവരായിട്ട് ഇരിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് തോട്ട് ഉള്ള വ്യക്തിയായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്? മറ്റൊരു എക്സാമ്പിളും കൂടെ പറയാം. നിങ്ങളൊരു ജോലി ശ്രമിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണെന്ന് വെച്ചു. ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവിടെ ഒരു 5 വേക്കൻസി ആണുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒരു 50 പേര് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് ജോലി കിട്ടും എന്നാണോ, കിട്ടില്ല എന്നാണോ? ഇതിൽ ഏത് തോട്ടിനായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്? നിങ്ങൾ ചിന്തിക്കുന്ന ജോലി കിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ്, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ കുറേ ഫാക്റ്റുകൾ കണ്ടുപിടിക്കും. എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളുകൾ, ഇങ്ങനെ കുറേ ഫാക്റ്റിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ്, എനിക്ക് ഈ ജോലി കിട്ടില്ല. അപ്പോൾ അതിനവിടെ ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രതിപ്രവർത്തനം നടത്തുന്നത് എങ്ങനെയായിരിക്കും? അത് ചെയ്യുന്നത് നിനക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ അവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നെർവസ് ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അവരുടെ മുന്നിൽ നിങ്ങളുടെ ടാലൻറ്റ് പ്രദർശിപ്പിക്കാനോ കഴിയാതെ വരിക തന്നെ ചെയ്യും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? എത്ര പേരുണ്ടെങ്കിലും എനിക്ക് ഈ ജോലി നേടിയേ പറ്റൂ, എനിക്ക് ഉറപ്പായിട്ടും ഈ ജോലി കിട്ടും, എനിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അത് മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക. ഓക്കെ, അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആ ഒരു പോസിറ്റീവ് തോട്ടാണ് നിങ്ങളെ ആ ജോലി ലഭിക്കാൻ പ്രാപ്തനാക്കി തീർക്കുന്നത്. അതിനപ്പുറം മറ്റൊരു കഴിവല്ല. നിങ്ങൾ കഴിവുള്ളവരാണ്, പക്ഷേ അത് കൃത്യസമയത്ത് പുറത്തേക്ക് എടുക്കാൻ കഴിയാതെ വരുന്നത് ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് ഉള്ളവരായിട്ട് ഇരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉള്ളവരാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യും. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാ മനുഷ്യരും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ഡൗൺ ആകും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനേക്കാൾ ഏറെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയേണ്ടത് ഏതൊരു പ്രശ്നം എനിക്ക് ഫേസ് ചെയ്താലും ഞാൻ അതിന് വേണ്ട ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. പ്രോബ്ലത്തെക്കാൾ കൂടുതൽ സൊല്യൂഷനിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ എന്താണ് നിങ്ങൾക്കുള്ളതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷവാനായിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നന്ദി പറയുന്നെങ്കിൽ, ഓപ്പണായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എഴുന്നേക്കാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ വലിയൊരു ഉദാഹരണമാണ്. ഇത് ഇല്ല എങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ബുദ്ധിപൂർവം ചിന്തിച്ച് മാത്രം അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ കാമായിട്ട് നമ്മൾ ഒരു സിറ്റുവേഷനെ നേരിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചിലരുണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, ദേഷ്യപ്പെട്ട് സംസാരിക്കും. കാരണം അവർ ഇമോഷണലി അങ്ങ് സംസാരിക്കും. നമ്മൾ പലപ്പോഴും ഇമോഷണലി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇമോഷണൽ തീരുമാനങ്ങളായിട്ട് എടുക്കുന്നതോ ഒക്കെ പലപ്പോഴും റോങ് ആയിരിക്കും. നമ്മളെപ്പോഴും വൈസ്ഫുള്ളി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും സംസാരിക്കാനും പഠിക്കണം. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് വേണം. അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് ബിലീവാണ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. അതെ, ഞാൻ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെന്നും എനിക്ക് കഴിവുകളുള്ള ഒരാളാണെന്നും എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാനത് മാക്സിമം പ്രയോജനപ്പെടുത്തുമെന്നും നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് ബിലീവ് ഉള്ള ആളായിരിക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ, അതുപോലെ ഒരു എനർജി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗോൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു മോട്ടിവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഇന്ന കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നു, അതിന് വേണ്ട സ്റ്റെപ്പുകൾ ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾ ലക്ഷ്യത്തിലേക്ക് കൃത്യമായ സ്റ്റെപ്പുകൾ വെച്ച് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അല്ലെങ്കിൽ അത്തരം ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട്. നിങ്ങളുടെ ചിന്തകളിൽ എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിൽ എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കാതെ അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും, പ്രതിനിമിഷം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കുണ്ടാകുന്ന കുറേ വികാരങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പക്ഷേ അതിനപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് നമ്മളെ ഉറപ്പായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സ്റ്റക്ക് ഉണ്ടാകും. ഇത് വളരെ ഹ്യൂമൻ ആണ്. അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് കണക്കാക്കുക വേണ്ട. പക്ഷെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളായിട്ട് തീരുന്നത്. പിന്നെ അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ദ പ്രസൻസ്. നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ സന്തോഷിക്കുക. ഈ ഒരു നിമിഷം നമുക്ക് എത്രത്തോളം സന്തോഷവാനായിട്ടിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം സന്തോഷവാനായിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷവതിയായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുക. നമുക്കുള്ള ദുഃഖത്തിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാതെ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളിലേക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് അഫർമേഷനാണ്. ഞാൻ എല്ലാത്തിനും മതിയായ ഒരു വ്യക്തിയാണ്, എനിക്ക് കഴിവുകളുള്ള വ്യക്തിയാണ്, ഞാൻ വളരെയധികം സന്തോഷവാനാണ്, എന്നിലേക്ക് ധാരാളം പണമൊക്കെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കാരണം ഞാനൊരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധ മനസ്സിലെല്ലാം ഒരു പ്രവർത്തനമായിട്ട്, ഇതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നല്ല റിസൾട്ട് കൊണ്ടുതരും. അതുകൊണ്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുറേ വീഡിയോസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.